ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ സെൻറ്റൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. വാട്ട് ഈസ് എ സെൻറ്റൻസ്? എന്താണൊരു സെൻറ്റൻസ്? എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. അതായത് അർത്ഥവത്തായ ഒന്നിലധികം വാക്കുകൾ അല്ലെങ്കിൽ പദങ്ങൾ കൂടിച്ചേർന്നാണ് വാക്യം അല്ലെങ്കിൽ സെൻറ്റൻസ് ഉണ്ടാകുന്നത്. ഈ വേർഡ്സ് ഒന്ന് നോക്കി. സിങ്സ് എ ഹീ സോങ്, പാടുന്നു ഒരു അവൻ പാട്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന വേർഡ്സിൽ നിന്ന് കറക്റ്റ് ഒരു മീനിങ് നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലേ? ഒരു കറക്റ്റായിട്ടുള്ളൊരു കംപ്ലീറ്റ് സെൻസ് നമുക്ക് കിട്ടുന്നില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട് ഇവിടെ, പക്ഷെ അത് മീനിങ് ഫുള്ളായിട്ടല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ? മീനിങ് ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് സെൻറ്റൻസ്. സോ എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസിനെ ഒന്ന് മീനിങ് ഫുള്ളായിട്ട് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. എങ്ങനെ വരും? ഹീ സിങ്സ് എ സോങ്, അവനൊരു പാട്ട് പാടുന്നു. അപ്പോൾ ഒരു സെൻറ്റൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരുപാട് വാക്കുകൾ കൂട്ടിച്ചേർത്തത് കൊണ്ട് കാര്യമായില്ല, അതിനെ മീനിങ് ഫുള്ളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യണം. അതിനെയാണ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ എ സെൻറ്റൻസ് ഓൾവേസ് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡ്സ് വിത്ത് പങ്ക്ച്വേഷൻ മാർക്സ്. ഒരു സെൻറ്റൻസ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ അത് അവസാനിക്കുമ്പോൾ ഒരു പങ്ക്ച്വേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. പങ്ക്ച്വേഷൻ മാർക്സ് മീൻസ് ഫുൾ സ്റ്റോപ്പ്, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്സ്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് നോക്കാം. ഫസ്റ്റ് വൺ, അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. സെക്കൻഡ് വൺ, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. തേർഡ്, ഇംപെറേറ്റീവ് സെൻറ്റൻസ്. ഫോർത്ത്, exclamatory sentence, and fifth one, optative sentence. Let us discuss what is an assertive or declarative sentence. Assertive or declarative sentence says, declare or state something. അതായത് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങൾ പ്രസ്താവിക്കാനോ ഒക്കെയാണ് നമ്മൾ ഈ അസർട്ടീവ് സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. For example, he is a good boy, she said she was happy, etc. There are two kinds of assertive sentence, positive sentence and negative sentence. Positive sentence is also called affirmative sentence. എന്താണ് ഈ നെഗറ്റീവ് സെൻറ്റൻസ്? ആ സെൻറ്റൻസിൽ നോട്ട്, നെവർ, ഹാർഡ്ലി, സ്കേഴ്സ്ലി ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് വേർഡ്സ് ഉള്ളതാണ് നെഗറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് ഇല്ലാത്തതാണെന്ത്? അഫർമേറ്റീവ് ഓർ പോസിറ്റീവ് സെൻറ്റൻസ്. ലെറ്റ് us see some example. She likes ice cream. ഈ സെൻറ്റൻസ് നോക്കിയേ. ഇതിൽ നോ, നോട്ട്, നെവർ, ഹാർഡ്ലി എന്നുള്ള നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല അല്ലേ? സോ ദിസ് സെൻറ്റൻസ് ഈസ് അഫർമേറ്റീവ് ഓർ പോസിറ്റീവ്. ഇനി നമുക്ക് ഈ സെൻറ്റൻസിനെ എങ്ങനെ നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കാം. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സെൻറ്റൻസിനെ നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓക്സിലറി വേർബിൻ്റെ കൂടെ നോട്ട് എന്നുള്ളൊരു വേർഡ് ആഡ് ചെയ്യണം അല്ലേ? ഇവിടെ ഏതാണ് ഓക്സിലറി വേർബ്? ഡസ്. ആ ഡസിൻ്റെ കൂടെ നോട്ട് എന്നുള്ള വേർഡും കൂടെ ആഡ് ചെയ്യുക. ഷീ ഡസ് നോട്ട് ലൈക്ക് ഐസ്ക്രീം. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹി ഓൾവേസ് സ്പീക്സ് ദ ട്രൂത്ത്. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിനെ നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഹി നെവർ സ്പീക്സ് ദ ട്രൂത്ത്. ഇവിടെ നെവർ എന്ന് പറഞ്ഞാലൊരു നെഗറ്റീവ് വേർഡാണ്. ഇപ്പോൾ എല്ലാവർക്കും അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കും. അതിൻ്റെ ടു ക്ലാസിഫിക്കേഷൻസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസ്. ലെറ്റ് us move on to ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്നാൽ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആണ്. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യാനാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എൻഡ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിട്ടാണ്. ഹിയർ ഓൾസോ ദർ ആർ ടു കൈൻഡ്സ് ഓഫ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ്. ഫസ്റ്റ് വൺ, WH ക്വസ്റ്റ്യൻസ് ആൻഡ് നെക്സ്റ്റ് വൺ yes or no ക്വസ്റ്റ്യൻസ്. ഏതൊക്കെയാണ് WH ക്വസ്റ്റ്യൻസ്? വാട്ട്, വെൻ, വെയർ, വൈ, വിച്ച്, ഹൗ. സോ ഈ വേർഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് WH ക്വസ്റ്റ്യൻസ്. ഫോർ എക്സാമ്പിൾ, വേർ ആർ യു ഗോയിങ്? ഹൗ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? വൈ ആർ യു സോ ലേറ്റ്? വെൻ വിൽ ദേ കം? നെക്സ്റ്റ് വൺ, yes or no ക്വസ്റ്റ്യൻസ്. എന്താണ് yes or no ക്വസ്റ്റ്യൻസ്?
നമുക്ക് ആൻസർ യെസ് അല്ലെങ്കിൽ നോ എന്ന് കിട്ടുന്നതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഇറ്റ് ഓൾവേസ് ബിഗിൻസ് വിത്ത് ആൻ ഓക്സിലറി വേർബ്. ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഒരു ഓക്സിലറി വേർബ് കൊണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്കറിയാം ടോട്ടൽ 24 ഓക്സിലറീസ് ഉണ്ട്. ഡു, ഡസ്, ഡിഡ്, ആം, ഈസ്, ആർ, വാസ്, വെയർ, എക്സെട്ര. ഫോർ എക്സാമ്പിൾ, ഡു യു എക്സസൈസ് ഡെയിലി? ആർ യു റെഡി? വിൽ ഹി കം ടുമോറോ? ഡിഡ് ഹി ഗോ ടു സ്കൂൾ? സോ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? യെസ് അല്ലെങ്കിൽ നോ. ഡു യു എക്സസൈസ് ഡെയിലി? നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യാറുണ്ടോ? ദ ആൻസർ മേ ബി യെസ് ഓർ നോ. അപ്പോൾ എല്ലാവർക്കും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. ആൻ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എക്സ്പ്രസ്സസ് കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, അഡ്വൈസ്, എക്സെട്ര. ആൻഡ് ഓൾസോ ഇറ്റ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ടാണ് ആ ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എൻഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കീപ് ക്വയറ്റ്. ഇറ്റ്സ് എ കമാൻഡ്. Please give me a pen. It is a request. Don't play with knife. It's an advice. So, ഇങ്ങനെയുള്ള കമാൻഡ്, റിക്വസ്റ്റ്, അഡ്വൈസ്, ഓർഡർ ഇതിനൊക്കെയാണ് നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. എന്താണ് ഈ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്? ഇറ്റ് എക്സ്പ്രസ്സസ് some sudden strong feeling of joy, sorrow, surprise, shock and wonder. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്ട്രോങ് ഫീലിംഗ്, നമുക്ക് സങ്കടം അല്ലെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ ഷോക്ക്, ഒരു സർപ്രൈസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു എക്സ്പ്രഷനാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ആൻഡ് ഓൾസോ ആൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എൻഡ്സ് വിത്ത് ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. ഇതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. സംടൈംസ് വി യൂസ് ദീസ് എക്സ്പ്രഷൻസ്. Let us see some example. Hooray, we have won the cricket match. അപ്പോൾ ഇവിടെ ക്രിക്കറ്റ് മാച്ച് വിൻ ചെയ്തത് കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു എക്സ്പ്രഷനാണ് ഹുറേ. നെക്സ്റ്റ് എക്സാമ്പിൾ, വാട്ട് എ ലവ്ലി ഫ്ലവർ. ഹൗ വണ്ടർഫുൾ ദ പെയിൻറ്റിങ് ഈസ്. അപ്പോൾ ഇതൊക്കെ വളരെ സർപ്രൈസോടു കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശ്ചര്യത്തോടു കൂടി പറയുന്നതാണ് അല്ലേ. എത്ര മനോഹരമായ ഫ്ലവറാണ്, എത്ര മനോഹരമായിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിങ്സ് വരുമ്പോൾ നമ്മൾ എന്താണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ദ ലാസ്റ്റ് വൺ, ഓപ്റ്റേറ്റീവ് സെൻറ്റൻസ്. ആൻ ഓപ്റ്റേറ്റീവ് സെൻറ്റൻസ് എക്സ്പ്രസ്സസ് എ വിഷ്, ഹോപ്പ്, ബ്ലെസ്, കർസ്, പ്രെയർ, എക്സെട്ര. ആൻഡ് ഓൾസോ ഇറ്റ് എൻഡ്സ് വിത്ത് എക്സ്ക്ലമേഷൻ മാർക്ക്. ഫോർ എക്സാമ്പിൾ, മേ ഗോഡ് ബ്ലെസ് യു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ് ഈ ഒരു വിഷ് അല്ലേ. നല്ല കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഓൾ ദ ബെസ്റ്റ് പറയാറുണ്ട്. ഇതൊക്കെ ഓപ്റ്റേറ്റീവ് സെൻറ്റൻസ് ആണ്. മേ ദ ബെസ്റ്റ് ടീം വിൻ. നല്ല ടീം ജയിക്കട്ടെ. ഐ വിഷ് ഐ വെർ ദ പ്രസിഡൻറ്റ്. ഞാനൊരു പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലോങ് ലിവ് ദ കിങ്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ പറയാനാണ് നമ്മൾ ഓപ്റ്റേറ്റീവ് സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് വൺ മോർ പോയിൻറ്റ്, ഓപ്റ്റേറ്റീവ് സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്ന വേർബ്സ് എല്ലാം പ്ലൂറൽ ആയിരിക്കും. അതിൻ്റെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും വേർബ് എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് ഓപ്റ്റേറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും സെൻറ്റൻസ് എന്ന ടോപ്പിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.